സെബി ആന്റണി നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹവും രവിപിള്ളയും തമ്മിൽ എന്താണ് പ്രശ്നങ്ങൾ, എന്താണ് കേസ് കോടതിയിൽ നടക്കുന്നത്, അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്താണ് താങ്കളും രവിപിള്ളയും തമ്മിലുള്ള പ്രശ്നം? കേസ് ഇപ്പോൾ കോടതിയിൽ നടക്കുകയാണല്ലോ, എന്താണത്? 2016 ഞാൻ രവിപിള്ളയുടെ കുവൈറ്റിലുള്ള NSH കുവൈറ്റ് എന്ന സ്ഥാപനത്തിൽ കോൺട്രാക്ട്സ് മാനേജറെ ജോലി ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് എനിക്ക് വർക്ക് സൈറ്റിൽ വെച്ചിട്ട് ബോധം കെട്ട് വീഴുകയും അതിനെ തുടർന്ന് ഞാൻ തിരിച്ച് കയറി പോരേണ്ടി വരികയും ഉണ്ടായി. ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണത് പൾമണറി ആപ്നിയ എന്ന് പറയുന്ന ഒരു രോഗമാണെന്ന് തിരിച്ചറിയുകയും അതിന്റെ അടുത്ത ചികിത്സയ്ക്കായി ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടോ എന്ന് ലേക്ക് ഷോർ അധികാരികൾ ചോദിച്ചതിൽ വെച്ച് ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുകയും ഉണ്ടായത്. അപ്പോൾ രവിപിള്ളയുടെ NSH കുവൈറ്റ് എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും താങ്കൾ ഇനി തിരിച്ചു വരേണ്ടതില്ല എന്ന് എന്നെ അറിയിക്കുകയും ചെയ്തു. എങ്കിലും ഞാൻ കുവൈറ്റിൽ പോയി ഈ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചതിൽ വെച്ച് രവിപിള്ളയുടെ കുവൈറ്റ് കമ്പനിക്ക് ഈ KNPC കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രൊജക്റ്റിൽ ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള 2000-ഓളം വരുന്ന ഇന്ത്യക്കാരെ ജോലിക്ക് വെച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രൊജക്റ്റിൽ കോൺട്രാക്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത് രവിപിള്ളയുടെ തന്നെ സൗദി അറേബ്യയിലുള്ള NSH സൗദി എന്ന് പറയുന്ന കമ്പനിക്കായിരുന്നു. ആ കമ്പനിയിലെ ജോലിക്കാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി NSH കുവൈറ്റ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ വ്യാജമായ ഇൻഷുറൻസ് രേഖകൾ ചമയ്ക്കുകയും അതുപയോഗിച്ച് ഞങ്ങളെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യിപ്പിക്കുകയുമാണ് ഉണ്ടായത്.